ദുബായ് ക്രീക്കിലെ കരയിൽ നിൽക്കുന്ന യുഎയിലെ ഏറ്റവും വലിയ ലൈബ്രറിയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി എന്നാണ്. പരമ്പരാഗത റിഹാൽ അഥവാ ഖുർആൻ വായിക്കുന്ന മരപീഠത്തിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ മോഡേൺ സ്റ്റണ്ണിംഗ് മാസ്റ്റർ പീസ് 2022 ജൂൺ 16 പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തത്. ഈ ലൈബ്രറി അറബ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണിന്ന്. 54,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള 7 നിലകളിലുള്ള ഈ അറിവിൻ്റെ ഭവനത്തിൽ 45 ലക്ഷം പ്രിൻ്റഡ് ബുക്കുകളും 20 ലക്ഷം ഇലക്ട്രോണിക് ബുക്കുകളും 10 ലക്ഷം ഓഡിയോ ബുക്കുകളുമുണ്ട്. ആയിരക്കണക്കിന് അപൂർവ ശേഖരങ്ങളും ഇതുകൂടാതെയുണ്ട്. പുസ്തകങ്ങളുടെ സങ്കല്പങ്ങൾക്കുമപ്പുറമായിട്ട് ഈ ലൈബ്രറിയിൽ 9 പ്രത്യേക വിഭാഗങ്ങൾ തന്നെയുണ്ട്. അവ ജനറൽ ലൈബ്രറി, എമിറേറ്റ്സ് ലൈബ്രറി, യങ് അഡൾട്ട്സ് ലൈബ്രറി, ചിൽഡ്രൻസ് ലൈബ്രറി, മീഡിയ ആൻഡ് ആർട്സ് ലൈബ്രറി, മാപ്സ് ആൻഡ് അറ്റ്ലസ് ലൈബ്രറി, പീരിയോഡിക്കൽസ് ലൈബ്രറി, ബിസിനസ് ലൈബ്രറി, സ്പെഷ്യൽ കളക്ഷൻസ് ലൈബ്രറി എന്നിവയാണ് അവ. 7ാം നിലയിലെ ട്രഷേഴ്സ് ഓഫ് ലൈബ്രറി വിഭാഗം പുസ്തകപ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതികൾ, പ്രഥമ പതിപ്പുകൾ, അപൂർവ മാപ്പുകൾ, ചരിത്രത്തിൻ്റെ സ്വർണ്ണപാതകൾ എന്നിവയെല്ലാം ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ഇത് ഒരു സാധാരണ ലൈബ്രറി മാത്രമല്ല, ഭാവിയുടെ ഒരു അറിവ് കേന്ദ്രം കൂടിയാണ്. സ്മാർട്ട് റോബോട്ടുകൾ, ഓട്ടോമേറ്റഡ് ബുക്ക് റിട്രീവൽ സിസ്റ്റം, ഡിജിറ്റൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ, അതിവേഗ ഡിജിറ്റലൈസേഷൻ ലാബ് ടെക്നോളജീസും അറിവും ഒക്കെ ഒന്നിക്കുന്ന ഒരു അത്ഭുത ലോകം തന്നെ. ഈ ലൈബ്രറി പരിസ്ഥിതി സൗഹൃദ നവീകരണത്തിൻ്റെ മികച്ച ഒരു ഉദാഹരണം തന്നെയാണ്. റൂഫിലെ സോളാർ പാനലുകൾ ആകെ ഊർജത്തിനാവശ്യമായ 10% വരെ നൽകുന്നു. ജലത്തിൻ്റെ 50% വരെ സംരക്ഷിക്കുന്ന സ്മാർട്ട് സിസ്റ്റങ്ങളും ഈ ലൈബ്രറിയിലുണ്ട്. ലൈബ്രറിയുടെ പുറത്തെ ലോഞ്ചസ് ഗാർഡൻ അത് അഭിമാനകരമായൊരു ആകർഷണം തന്നെയാണെന്ന് പറയാം. 60 കൽത്തൂണുകളുണ്ട്. ഈ കൽത്തൂണുകളിൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ പ്രചോദനാത്മകമായ വാക്കുകൾ ലോകത്തിലെ വിവിധ ഭാഷകളിൽ കൊത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. This library isn't just a place to read, it's a cultural destination. ബുക്ക് ലോഞ്ചുകൾ, ആർട്ട് എക്സിബിഷനുകൾ, വർക്ക്ഷോപ്പുകൾ, നാടകങ്ങൾ, ലെക്ചറുകൾ ഇവയെല്ലാം അറിവിൻ്റെ ലോകത്തേക്ക് വാതിൽ തുറക്കുന്നു. ഈ കാണുന്നതാണ് ജനറൽ ലൈബ്രറി. ഇവിടെ പ്രത്യേകം ആരുടെയും ശല്യം കൂടാതെ ഇരുന്ന് ആരെയും കണ്ണിൽപ്പെടാതെ ഇരുന്ന് വായിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ക്യാബിനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനെ കണ്ടു, പിന്നെ ഒത്തിരി കുട്ടികളെ കണ്ടു. എന്തോ കൾച്ചറൽ പ്രോഗ്രാമോ എന്തോ കോമ്പറ്റീഷനൊക്കെ ആയിട്ട് അവർ വന്നതാണ്. ഇനി ഇവിടെ നമുക്ക് എല്ലാവർക്കും വരാൻ സാധിക്കും. എൻട്രി ഈസ് ഫ്രീ ഫോർ ഓൾ വിസിറ്റേഴ്സ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവർ അലൗ ചെയ്യുന്നതല്ല. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു സാറ്റർഡേ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെയാണ്. സൺഡേ ഓഫാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ആ കൽക്കൊത്ത് പണിയില്ലേ, ഞാൻ കല്ലുകളുടെ കാര്യം പറഞ്ഞില്ലേ, അതിനെ കാണിച്ചു തരാം കേട്ടോ. ഈ കൽത്തൂണുകൾ ഇതാ കാണുന്നതാണ് 60 കൽത്തൂണുകൾ. അതിലാണ് ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദിൻ്റെ വാക്കുകൾ കൊത്തിവെച്ചിരിക്കുന്നത്. ദ മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി ഈസ് മോർ ദാൻ ജസ്റ്റ് എ ബിൽഡിംഗ്. ഒരു സ്വപ്നം, ഒരു ദർശനം, ഒരു ഭാവിയുടെ ജ്ഞാനസ്രോതസ്, ഒരു പ്ലേസ് വെർ സ്റ്റോറീസ് ലിവ് ആൻഡ് ഐഡിയാസ് ആർ ബോൺ. എല്ലാവർക്കും ഈ ഒരു ലൈബ്രറിയുടെ വിശേഷണവും വീഡിയോയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.